ഹായ് ഫ്രണ്ട്സ്, ബെൻ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. കേസ് അപ്പോൾ കേസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ പുതിയതായിട്ട് വന്ന നമ്മൾ ലോങ് സെൽഫ് ഷോട്ടും കാണിക്കാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. കേസ് അടിച്ച് കേസ് വൺ ടാപ്പ് കയറിയില്ല, പിന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. കേസ് നമ്മൾ ട്രൈ ചെയ്യണം. കേസ് ട്രൈ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ, എന്തെങ്കിലും എന്നിട്ടേ നടക്കത്തുള്ളൂ. എംടം കൊണ്ട് അധികം ഞാൻ അങ്ങനെ വണ്ടാപ്പൊന്നും അടിക്കാറില്ല വലുതായിട്ട്. എംഎച്ചിനാണെങ്കിൽ എങ്ങനെയെങ്കിലും നോക്കിയോ കേസ് ഫസ്റ്റ് ആദ്യമായിട്ട് കേസ് എംടം കൊണ്ട് ഇത്രയും നല്ല രീതിയിലുള്ള ഷോട്ട് കേസ് എൻ്റെ പ്രതീക്ഷയില്ല. ഇതേപോലെ അടുത്ത റൗണ്ടിൽ കൂടി നടക്കുകയാണെങ്കിൽ വേറെ ലെവലായിരുന്നേനെ. നമുക്ക് ശ്രമിച്ചു നോക്കാം ഒന്നുകൂടി. അതേപോലെ തന്നെ നടന്നാൽ എൻ്റെ മോനെ എംടം കൊണ്ട് എൻ്റെ മുതൽ നമ്മൾ പവർ കാണിക്കുന്നതായിരിക്കും എല്ലാ മാച്ചിലും. നമുക്ക് നോക്കാം, ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. അവൻ എവിടെ ഗേസ്? അവനെ കാണുന്നില്ല. ദാണ്ട നിൽക്കും ഗ്രൂവാളിട്ട് കവർ എടുത്ത്. ഈ ചെറുക്കൈ എന്തോന്ന് കാണിക്കുന്നു ഗേസ്? അവൻ നേരെ വന്ന് കളിക്കും. ഇങ്ങനെയാണ് ഗേസ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. ചുമ്മാ ഗ്രൂവാളിട്ട് കവർ ചെയ്ത് ചുമ്മാ നിൽക്കും ഗേസ്. ഇവന്മാർ ചിലവന്മാർ കുറേ പേരുണ്ട് ഗേസ് അങ്ങനെ. ഞാൻ അങ്ങനെ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് മുകളിൽ കയറി അവന് സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചാൽ മുകളിൽ കയറാൻ ഞാൻ എനിക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ മുകളിൽ കയറി അടിക്കാൻ നോക്കി. അവൻ എന്തോ ഗ്രൂവാളിൽ നിന്ന് പൊടുത്തു തുടങ്ങി. ഗ്രൂവാൾ പൊട്ടിച്ചവൻ അടിക്കാൻ നോക്കി, കയറിയില്ല. പിന്നെ റഷ് ചെയ്ത് അടിക്കാൻ നോക്കുന്നു, അടി കൊണ്ടില്ല. അടിക്ക് എങ്ങോട്ടൊക്കെ പോകും. അടി രണ്ടാമത്തെ അടി കോപ്പിലൊരു ലക്ഷോട്ട് കേസ്. സാധാരണ എനിക്ക് 3-4 അടിയൊക്കെ അടിച്ചാലേ എനിക്ക് ഹെഡ്ഷോട്ട് കയറുള്ളൂ. പക്ഷേ ഇത് രണ്ടാമത്തെ അടിയിൽ തന്നെ എനിക്ക് ഹെഡ്ഷോട്ട് കയറി. എന്തോന്നാണ് അറിഞ്ഞൂടാ. ഈ ഒരു മാച്ച് ഭയങ്കര ഭാഗ്യം കുടഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചൂസും കണക്ക് വന്ന് എംഎച്ചിനും ഡെസർട്ടികളും കണക്ക് നമ്മൾ അങ്ങ് മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഇറങ്ങി അടിക്കാമെന്ന് വിചാരിച്ച് കയറിപ്പോകാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് ഇതൊന്നും മാറിയിരുന്നെങ്കിൽ പോയി അടിച്ചവനെ ഉറക്കായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങ് ഇമോട്ട് ഇട്ടതും തുറന്നു. ഇതൊന്നും ഇമോട്ട് മാറിയിരിക്കുന്നത് ഞാൻ കയറി അടിക്കാൻ പോയതാ. എന്തോന്ന് ഷോട്ടില്ല ഇത്. ഞാൻ കയറി വന്നതേ ഉള്ളൂ. ഞാൻ ഗണ്ണെടുത്തതും അവ അടിച്ചിട്ട്, ഗണ്ണെടുക്കാൻ പോലും ടൈം എന്നില്ല. അതിനുള്ളിൽ തന്നെ അവൻ അടിച്ചിട്ട് അടുത്ത റൗണ്ട് എന്താണെന്ന് നമ്മൾ എടുത്തിരിക്കും. അത് ഉറപ്പിച്ച് നമ്മൾ കയറുന്നതാണ്. അങ്ങനെ കയറി ഇവിടെ വെയിറ്റ് ചെയ്യാം. അവൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് കളിക്കാമെന്ന് വെച്ച് അവൻ്റെ മൂവ്മെൻറ്റ് കണക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അടിക്കാൻ കയറുവാണെങ്കിലോ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഡ്രാഗ് ചെയ്യാണ്. ചുമ്മാതെ ഒന്ന് ഡ്രാഗ് ചെയ്തേ ഉള്ളൂ. അങ്ങനെ ഹെഡ്ഷോട്ട് കയറുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. വെറുതെ ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഡ്രാഗ് ചെയ്തതാണെങ്കിൽ അടിക്കാൻ നോക്കുന്നത് കറക്റ്റായിട്ട് ബോഡിയിലൊക്കെ ഒന്ന് കറക്റ്റ് ഇത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം. ഇവൻ നിൽക്കുന്നില്ല കേസ്. ഞാനും അതേപോലെ തന്നെ അവന് വണ്ടാപ്പടിക്കാൻ ഞാൻ നിന്നു കൊടുക്കുന്നില്ല. മാക്സിമം ഞാൻ മാറി എന്നൊക്കെയാണ് കളിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് കയറാൻ നോക്കിയത് തന്നെ ചറുകിപ്പോയി അടിക്കാൻ നോക്കുന്ന സമയത്താണ് ഇതുവായി. നമുക്ക് കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ ഗൈസ്. ചെറുക്കം ഭയങ്കര ടൈമിങ്. ഗ്രൂവാളിനൊക്കെ കറക്റ്റ് ടൈമിലൊക്കെയാണ്. ഞാൻ അടിക്കാൻ പോകുന്ന ടൈമിൽ അവൻ ഗ്രൂവാളിക്കും. ഞാൻ പിന്നെ ഇത് കുറച്ച് ലോങ് പോയി ഡെസർട്ടുകളുണ്ട് വേറെ ലെവലിൽ ഒരു ഷോട്ടും കാര്യം കളിച്ചാൽ അവൻ അങ്ങ് ഉറക്കിയിട്ടുണ്ട് ഗീസ്. ആറ് കിട്ടുക. അവൻ കഴിഞ്ഞ മാച്ചിൽ അവൻ ഡെസർട്ടുകളോട് എന്നെ തീർത്തു. ഈ മാച്ചിൽ ഞാൻ ഡെസർട്ടുകളോട് തീർത്തു ഗീസ്. അങ്ങനെ അടുത്ത റൗണ്ട് എനിക്ക് വന്നിട്ടുണ്ട് ഗീസ്. ഈ റൗണ്ടിൽ അവൻ ഏത് കണ്ണെടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. എടാ കളിക്കറിയാവുന്ന കണ്ണുമല്ലേ എടേ. ഇതാകാം ഞാൻ പറഞ്ഞില്ല ഗീസ്. കളിക്കറിയാവുന്ന കണ്ണുമല്ല എടുക്കുന്നില്ല. വണ്ടാ പഠിക്കാൻ ഈ കണ്ണുകൊണ്ട് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ബോഡി ഷോട്ടാന്ന് വെച്ച് ഞാൻ എങ്ങനെയും നോക്കും. വണ്ടാപ്പ് തപ്പി എങ്ങനെയെങ്കിലൊക്കെ കയറും ഗീസ്. പക്ഷേ പറയാൻ പറ്റത്തില്ല കേസ്. ചിലപ്പോഴേ കയറുള്ളൂ. എന്നാലും നോക്കാം കേസ്. ഈ റൗണ്ട് എന്തായാലും നമുക്ക് പറ്റത്തില്ല കേസ് ജയിക്കാൻ. അവൻ ഫസ്റ്റത്തെ ഈ റൗണ്ട് അവൻ എടുക്കുന്നതായിരിക്കും. ഈ M590 ഒരു കാര്യമുണ്ട് കേസ്. ഷോർട്ട് റേഞ്ചിൽ ഡ്രാഗ് ചെയ്താലും വണ്ടാ പോയാൽ, പക്ഷേ ലോങ് റേഞ്ചിൽ ഡ്രാഗ് ചെയ്ത് മിക്കപ്പോഴും വണ്ടാ പോയാൽ ചാൻസ് കൂടുതലാണ് കേസ്. ഷോർട്ട് റേഞ്ചിൽ ഇതുകൊണ്ട് M590 കൊണ്ട് വണ്ടാ പിടിച്ചടേ കേസ്. ഇവൻ ഷോർട്ട് റേഞ്ചൊക്കെ M590 കൊണ്ട് വണ്ടാ പിടിച്ച കേസ്. ഇപ്പോൾ ആൾ സീനാണെന്ന് തോന്നുന്നു കേസ്. എന്നാലും കുഴപ്പമില്ല. ഐ ആം എ ബെൻ ഗെയിമിങ്. എനിക്ക് റിസ്ക് വളരെ ഇഷ്ടമാണ് ഗീസ്. റിസ്ക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കയറി ചെന്ന് അടിക്കാമെന്ന് വെച്ചാൽ ഇവിടെ വെയിറ്റ് ചെയ്ത് ഇവിടെ കാണുന്നില്ല. ഇവിടെ കുറേ നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഇരുന്നു. അവൻ വരുമ്പോൾ അടിക്കാമെന്ന് വിചാരിച്ച് ഇവ എവിടെ പോയി ഗീസ്? ഇവ സാധാരണ എൻ്റെ മുമ്പിൽ കൂടിയേ വരുള്ളൂ. പക്ഷേ ഇപ്പം അവനെ കാണാനില്ല. ഞാൻ കറങ്ങി ചെന്ന് അവനെ അടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്ന് നോക്കി. ഇവിടെയും അവനെ കണ്ടില്ല. ഇവൻ ഞാൻ നേരത്തെ പോലെ ഗ്രൂവായിട്ട് കവർ എടുത്തോന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് കയറിപ്പം ദാൻ്റെ അടിക്ക് ചുഞ്ചോ മോനെ ജസ്റ്റ് മിസ്. അടി ഞാൻ തന്നെ ചെയ്ത് കളിച്ചേ. ഒറ്റ ഷോട്ട് കേസ്. ഒരു ഷോട്ട് പോയി ഞാൻ കൊടുക്കാൻ ഒറ്റ ഷോട്ട് അവനെ അങ്ങ് തീർത്തിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റത്തെ റൗണ്ട് കേസ്. എനിക്കിനി ഒരു റൗണ്ട് കൂടെ എടുത്താൽ അവന് ഇനി കുറേ റൗണ്ട് എടുക്കണം. ഈ ഒരു റൗണ്ടിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കണ്ണ് MP40 എടുത്തു.
MP5 കൂടി എടുക്കാമെന്ന് വെച്ചാൽ MP5 കൂടി ഞാൻ എടുത്തു. ആദ്യം വന്നിട്ടുണ്ടായിരുന്നു കേസ് എൻ്റെ കയ്യിൽ, പിന്നെയാണ് എനിക്ക് MP5 വന്ന് കിട്ടിയത്. ഇതിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് അടിക്കാമെന്ന് വെച്ച് കയറി മുകളിൽ കയറി അടിക്കാമെന്ന് വെച്ച് ഗണ്ണെടുത്ത് വെയിറ്റ് ചെയ്ത് അവൻ വന്നു. അവൻ തല വെളിയിലിടുന്നു, അകത്തിരുന്ന് വെളിയിലിടും. എനിക്കാണ് ഡാമേജ് കിട്ടും. ഞാൻ ഉടനെ താഴോട്ട് ചാടി, ജസ്റ്റ് മിസ്. അവിടെ നിന്നിരുന്നെങ്കിൽ അവൻ എന്നെ പടവാക്കിയാണ്. അവൻ ഒരു മണ്ടത്തിലും മനസ്സിലായി. അവൻ എൻ്റെ മുമ്പിൽ തന്നെ വന്ന് ചാടി കേസ്. ഒന്നും നോക്കില്ല, ഫുൾ റെഡ് അടിച്ച